ഷിരൂരിലെ തെരച്ചിൽ ദൗത്യം തുടരണമെന്ന് കർണാടക സർക്കാരിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. പ്രതികൂല കാലാവസ്ഥ കാരണം ദൗത്യം താൽക്കാലികമായി നിർത്തിയെന്ന് സർക്കാർ. തിരച്ചിൽ ദൗത്യം പുനരാരംഭിക്കുമെന്നും കർണാടക സർക്കാർ കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, നിലവിൽ തിരച്ചിൽ ഏകദേശം നിർത്തിവെച്ചിരിക്കുകയാണ്. അതാണ് വീണ്ടും തുടരണമെന്ന് ഹൈക്കോടതി തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്? കോഴിക്കോട് സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാ ദൗത്യം ഗൗരവമുള്ള വിഷയമാണ് എന്ന് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ അർജുനെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഈ രക്ഷാ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ട് മലയാളി അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയാണ് ഈ വിഷയം കർണാടക ഹൈക്കോടതിയോട് അടിയന്തരമായി പരിഗണിക്കാൻ നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കുകയും ഇവരിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ തിരച്ചിൽ തുടരണം എന്നാണ് കർണാടക ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാലാവസ്ഥ പ്രതികൂലമാണ്, അതുകൊണ്ടാണ് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചത് എന്ന് കർണാടക സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് കോടതിയെ അറിയിച്ചിരുന്നു. അർജുനടക്കം കാണാതായ 3 പേരെ കണ്ടെത്താൻ കാലാവസ്ഥ അനുകൂലമായ തിരച്ചിൽ തുടരാം എന്നും സർക്കാർ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ അർജുനായുള്ള ഷിരൂരിൽ തെരച്ചിൽ ദൗത്യം തുടരണമെന്നാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്.